ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബീഫ് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് ഉള്ള ബീഫ് തേങ്ങാക്കൊത്ത് പെപ്പർ ഫ്രൈ ആണ്. ഇതിനു വേണ്ടി 1 കിലോ ബീഫ് ചെറുതായിട്ട് നുറുക്കി അതിനകത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ എണ്ണയും 5-6 കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് ഞാനൊരു 2 മണിക്കൂറായിട്ട് തോളയുള്ള പാത്രത്തിൽ വെള്ളം ഊറിപ്പോകാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടി വന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു സവാള ഞാൻ വളരെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 10 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി വളരെ തിൻ ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഇതള് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചിക്കൻ മപ്പാസ് ഉണ്ടാക്കാൻ നേരത്ത് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് എന്ത് മീറ്റാണെങ്കിലും ബീഫാണെങ്കിലും മട്ടനാണെങ്കിലും ചിക്കനാണെങ്കിലും 1 കിലോ ഇറച്ചിക്ക് 4 ടീസ്പൂൺ, അത് 4 ടീസ്പൂൺ നിറച്ച് വേണം കേട്ടോ, 4 ടീസ്പൂൺ മല്ലിപ്പൊടി. 1 കിലോ ഇറച്ചിക്ക് 4 ടീസ്പൂൺ മല്ലിപ്പൊടി. അതിൻ്റെ കൂടെ മീറ്റ് മസാല, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീറ്റ് മസാല ഉപയോഗിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് കിച്ചൺ ട്രഷേഴ്സാണ്, അത് ഓപ്ഷനിലാണ്, അത് ഓരോരുത്തർക്കും ഇഷ്ടം പോലെ. 2 ടീസ്പൂൺ മീറ്റ് മസാല. അപ്പോൾ 4 ടീസ്പൂൺ, 1 കിലോ ഇറച്ചിക്ക് 4 ടീസ്പൂൺ ഫുള്ള് നിറച്ച് മല്ലിപ്പൊടി, 2 ടീസ്പൂൺ നിറച്ച് മീറ്റ് മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഞാൻ എപ്പോഴും ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചിപ്പൊടിയും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയും കൂടി ചേർക്കും. ഇത്രയും പൊടികൾ നമ്മൾ എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഒരു കുക്കർ എടുത്തിട്ട് അങ്ങോട്ട് ആ കുക്കറിട്ട് ഒരു 1/2 തവി വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇവയെല്ലാം നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മീറ്റ് മസാലയും കൂടി ചേർക്കുക. എന്നിട്ട് ഇത് ഈ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം നല്ലോണം വഴറ്റിയതിന് ശേഷമാണ് ഈ പൊടികളിടുക. ഈ പൊടികളിട്ട് പൊടിയുടെ പച്ച മണം മാറിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളകും ഇടുക. ഞാൻ ഓരോ ടീസ്പൂൺ മാത്രം ഇട്ടതിൻ്റെ കാരണം നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ നേരത്ത് നമുക്ക് കൂടുതൽ കുരുമുളക് പൊടി ഇടേണ്ട ആവശ്യമുണ്ട്. അത് ഇപ്പോൾ തന്നെ കൂടുതൽ കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇറച്ചിക്ക് എരിവ് ഭയങ്കര കൂടുതലായിട്ട് മാറും. ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞത് ഈ ബീഫ് ഫ്രൈയുടെ കൂടെ ഇന്ന് ഞാൻ വേറൊരു സ്പെഷ്യൽ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പണ്ട് ഹോട്ടലുകൾ കഴിച്ചിട്ടുണ്ട് ഈ ഉള്ളി ഗ്രേവി എന്ന് പറയുന്നത്. അത് ഈ ഇറച്ചിയുടെ ഗ്രേവിയും പിന്നെ ഉള്ളിയും തക്കാളിയും കൂടി വഴറ്റിയിട്ടുള്ളൊരു സാധനമാണ് ഈ ഉള്ളി ഗ്രേവി എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കേണ്ടതുകൊണ്ട് നമുക്ക് ഈ ബീഫ് നമ്മൾ കുക്കറിനകത്ത് വെക്കാൻ നേരത്ത് ഒരു 100 ml ചൂടുവെള്ളം, നല്ല തിളച്ച ചൂടുവെള്ളം കൂടി ഈ കുക്കറിനകത്ത് ഒഴിച്ച് അടച്ച് വയ്ക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഭയാനകമായിട്ടുള്ള ഫുൾ ഫ്ലെയിമിൽ വെക്കാതിരിക്കാൻ നോക്കുക. കാരണം ഈ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറച്ചി പെട്ടെന്ന് വെന്ത് പോയി കഴിഞ്ഞാൽ ഇറച്ചിയുടെ ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും, ഇറച്ചിയുടെ നാച്ചുറൽ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലടുപ്പിക്കുക. 2 വിസിലടുപ്പിച്ചതിന് ശേഷം ഇതെടുത്ത് മാറ്റി വയ്ക്കുക. ഓക്കെ, മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കുക്കർ തുറന്നിട്ട് ഈ കുക്കറിൽ നിന്ന് നമുക്ക് ബീഫ് മാറ്റി ഒരു പരന്ന ചീനച്ചട്ടിയിലേക്ക് ഈ ബീഫ് എടുത്ത് ഇടുക. ഈ ഗ്രേവി മൊത്തം എടുത്ത് ഒഴിക്കേണ്ട, കാരണം നമുക്ക് ഗ്രേവിയും കൊണ്ട് നമുക്ക് നമ്മുടെ നൊസ്റ്റാൾജിക് ഉള്ളി ഗ്രേവി ഉണ്ടാക്കാനുള്ളതാണ്. അതുകൊണ്ട്
ഈ ബീഫിൻ്റെ ഗ്രേവി മൊത്തം ഇങ്ങോട്ടിടണ്ട. പിന്നെ ഞാൻ പറയാൻ മറന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുക്കറിനകത്ത് വെച്ച് ബീഫ് വേവിക്കാൻ നേരത്ത് നമുക്ക് തേങ്ങാക്കൊത്ത്, ഞാൻ 1 കിലോ ബീഫിനകത്ത് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഒരു തേങ്ങയുടെ 1/4 ഭാഗം. അതായത് ഒരു തേങ്ങ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ അതിന് 2 പകുതിയായിട്ട് കിട്ടും. ആ ഒരു പകുതിയുടെ 1/4 ഭാഗം തേങ്ങ നമുക്ക് ചെറിയ പീസുകളാക്കി നുറുക്കി നമ്മൾ ഈ കുക്കറിനകത്ത് ബീഫ് ഇടാൻ നേരത്ത് അതിൻ്റെ കൂടെ തന്നെ ഇടാൻ ഓർക്കണം. എന്നിട്ട് നമുക്ക് ഈ വേവിച്ച ബീഫ് എടുത്ത് ഈ പരന്ന പാത്രത്തിനകത്ത് വെച്ചിട്ട് നമുക്ക് അത് പെപ്പർ ഫ്രൈ ആക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ വീഡിയോയിൽ കാണാം. ഓക്കെ. പിന്നെ ഉള്ളി ഗ്രേവി ഉണ്ടാക്കാൻ നേരത്ത് ഈ ബീഫിൻ്റെ ഗ്രേവി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. ഇപ്പം നമ്മുടെ ബീഫ്, നമ്മൾ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ട് നമ്മുടെ ബീഫ് ഞാൻ പറഞ്ഞ പോലെ 100 ml നല്ല തിളച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുക്കറിനകത്ത് വെച്ചേക്കുവാണ്. ഇനി ഇത് ഒരു 2 വിസിൽ അടിക്കണവരെ ഇങ്ങനെ കിടക്കണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാൻ ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് 2 വിസിലടുപ്പിക്കുക. എങ്കിലാണ് ഈ ഇറച്ചിക്ക് ആ സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കുക്കർ അടയ്ക്കാൻ നേരത്ത് പ്രത്യേകം ഒരു കാര്യം സൂക്ഷിക്കണം. കാരണം നമ്മുടെ കുക്കറിൻ്റെ വെയിറ്റ് എപ്പോഴും എടുത്തിട്ട് ഒന്ന് ഊതി നോക്കണം. നമ്മളൊന്ന് ഊതി വിടണം. അപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് പാർട്ടിക്കിൾസ് അതിനകത്ത് കയറിയിട്ട് അതിൻ്റെ എയർ പാസേജ് ബ്ലോക്ക് ഇല്ലെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ബ്ലോക്ക് ഉണ്ടെങ്കിൽ കുക്കർ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ കുക്കർ അടച്ച് വെക്കുന്നതിന് മുമ്പ് വെയിറ്റ് ഊരിയിട്ട് ഒന്ന് ഊതണം. മേക്ക് ഷുവർ ദാറ്റ് നത്തിങ് ഈസ് ഒബ്സ്ട്രക്റ്റിംഗ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വലിയ സേഫ്റ്റി പ്രിക്കോഷനാണ് കുക്കിങ്ങിനകത്ത്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങൾ കാണാം. അങ്ങനെ നമ്മുടെ ബീഫ് നല്ലവണ്ണം വെന്തു. ഞാനത് കുക്കറിൽ നിന്ന് എടുത്ത് ബീഫ് ഒരു പരന്ന ചീനച്ചട്ടിയിലേക്ക് ഇട്ട് ബീഫിനി കുരുമുളകും ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കാൻ പോവാണ്. നമ്മുടെ ബീഫിൻ്റെ ഗ്രേവി, നമ്മുടെ നൊസ്റ്റാൾജിക് ഉള്ളി ഗ്രേവി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇനി ഇച്ചിരി പ്രോസസ്സുണ്ട്. അത് നമുക്ക് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം കടുക് പൊട്ടിച്ചിട്ട് ഇതെല്ലാം ഇട്ട് നല്ലോണം വഴറ്റിയിട്ട് അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മീറ്റ് മസാലയും 1/2 സ്പൂൺ ഇഞ്ചിപ്പൊടിയും 1/2 സ്പൂൺ വെളുത്തുള്ളിപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് നല്ലോണം നമുക്ക് വഴറ്റി അതിന് ശേഷം ഈ ഉള്ളി ഗ്രേവി അങ്ങോട്ട് ഒഴിച്ച് എടുക്കാം. അത് അടിപൊളിയായിരിക്കും. ഇപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് നല്ലവണ്ണം പെപ്പറിട്ട് നല്ലവണ്ണം വരട്ടിയെടുക്കാം. ബീഫിൻ്റെ രുചി ശരിക്കും മന്നണമെങ്കിൽ ബീഫ് നല്ലവണ്ണം ഇരുന്ന് വെന്ത് ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, അടുക്കി പിടിക്കാതെ. എന്നിട്ട് ബീഫ് നല്ല കറുത്ത കളറിൽ മൂത്ത് വരണം. എങ്കിലാണ് ബീഫിൻ്റെ യഥാർത്ഥ രുചി വരുള്ളൂ. നമുക്ക് ആ പരുവത്തിൽ നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയായി കൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ നൊസ്റ്റാൾജിക് ഉള്ളി ഗ്രേവിക്ക് വേണ്ടി നമ്മൾ ആ ഗ്രേവി മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ഈ ബീഫ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മീറ്റ് മസാലയും 1/2 സ്പൂൺ വെളുത്തുള്ളിപ്പൊടിയും 1/2 സ്പൂൺ ഇഞ്ചിപ്പൊടിയും പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1 സ്പൂൺ ചതച്ച വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. കൂടാതെ തന്നെ 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്.
ആ വിനാഗിരി ഒഴിച്ച് കഴിയുമ്പോൾ പ്രത്യേക ഫ്ലേവറും പ്രത്യേക രുചിയും വരും. നിങ്ങൾ ഏത് ഇറച്ചിയും ഒലത്തിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഡീപ്പ് ഫ്രൈ ആവണതിന് മുമ്പ് വിനാഗിരി 1 സ്പൂൺ വിനാഗിരി, 1 മാക്സിമം 2 സ്പൂൺ, അതിൽ കൂടുതൽ ഒഴിക്കരുത്. 2 സ്പൂണിൽ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ 2 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കാം. നമ്മൾ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ വിനാഗിരിയുടെ കുത്ത് വരും, ഇറച്ചിയുടെ രുചി നമുക്ക് കിട്ടില്ല. ഈ പൊടികളെല്ലാം ഇട്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സവോള അരിഞ്ഞു ഇട്ടു, ഒരു 4 വെളുത്തുള്ളി കീറിയിട്ടു, ഒരു ചെറിയൊരു ഇഞ്ചി ഞാൻ അരിഞ്ഞിടുകയും ചെയ്തു, പിന്നെ 3-4 കറിവേപ്പിലയും ഇട്ടു. അങ്ങനെ പിന്നെ ഇടയ്ക്ക് 1-2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ബീഫ് നല്ല ഫ്രൈ ആയിരിക്കുന്നു. ഇനിയും നമുക്ക് ഇവനെ അടുപ്പിൽ നിന്ന് മാറ്റി വേറെ പാത്രത്തിലേക്ക് ആക്കാം. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ഉള്ളി ഗ്രേവി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അടുത്തത് നമ്മുടെ നൊസ്റ്റാൾജിക് ഉള്ളി ഗ്രേവിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ റെഡിയാക്കുവാണ്. ആദ്യം നമ്മൾ കടുക് പൊട്ടിച്ചു. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ടു. അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടു. പിന്നെ ഇഞ്ചിയും ഇട്ടു. അതിനുശേഷം നമ്മൾ തക്കാളിയും ഇട്ടു. ഇത് നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ 1/2 സ്പൂൺ മീറ്റ് മസാലയും 1/2 സ്പൂൺ ഇഞ്ചിപ്പൊടിയും 1/2 സ്പൂൺ വെളുത്തുള്ളി പൊടിയും അല്പം കുരുമുളക് പൊടി 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നമുക്ക് നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മുടെ കുക്കറിനകത്തുനിന്ന് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ നമ്മുടെ ബീഫിൻ്റെ ഗ്രേവി എടുത്ത് ഇങ്ങോട്ട് ഒഴിക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ നൊസ്റ്റാൾജിക് ഉള്ളി ഗ്രേവി റെഡി ആയിരിക്കുന്നു. നമ്മുടെ തേങ്ങാക്കൊത്തിട്ട ബീഫ് പെപ്പർ ഫ്രൈയും റെഡി ആയിരിക്കുന്നു. ഇപ്പോൾ നല്ല ഡാർക്ക് കളറായിരിക്കുന്നു ബീഫ്. ഇത് നല്ല ചൂട് പൊറോട്ട, നല്ല ചൂട് പൊറോട്ട, എതള വിട്ടിരിക്കുന്ന പൊറോട്ടയും ഈ നമ്മുടെ നൊസ്റ്റാൾജിക് ഉള്ളി ഗ്രേവിയും ഈ ബീഫും ചേർത്ത് കഴിക്കാൻ ഒരു പ്രത്യേക രസമാണ്. ഓക്കെ, എൻജോയ് ദി നൊസ്റ്റാൾജിക് ഉള്ളി ഗ്രേവി ആൻഡ് beef pepper fry. Thanks for watching. Bye bye.